പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങി ഇറങ്ങാൻ തുടങ്ങുകയാണ് ശാരദയും കൂട്ടരും. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നും അല്ലെങ്കിൽ തനിക്ക് തന്റെ ഫ്രണ്ട്സിനെയും സ്കൂളുമെല്ലാം മിസ് ചെയ്യുമെന്ന് നിള പറയുന്നുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു വരാതെ നമ്മൾ എവിടെ പോവാനെന്ന് പറഞ്ഞ് വിനീത് അവളെ ആശ്വസിപ്പിക്കുക. ബാഗ് എടുക്കാൻ പോയ യമുന തിരിച്ചെത്തുമ്പോഴേക്കും കാവേരി ഇതുവരെ ഇറങ്ങാറായില്ലേ എന്ന് ശാരദ ചോദിക്കുന്നുണ്ട്. അതിന് കാവേരി ചേച്ചി വീട്ടിലില്ലല്ലോ എന്ന് യമുന പറയേ. ഈ പെണ്ണ് ഈ നേരത്തെ ഇത് എവിടെ പോയി എന്ന് ശാരദയും ചോദിക്കുന്നുണ്ട്. ഇനി ജയപാലിനോട് വഴക്കുണ്ടാക്കാൻ പോയി കാണോ എന്ന് ഗംഗ സംശയത്തോടെ ചോദിക്കേ. ഏയ് ഇന്നിവിടെ കല്യാണമല്ല, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിരിക്കാൻ സാധ്യതയില്ലെന്ന് വിനീതും. അത് കേട്ട് യമുനയും കല്യാണോ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് കേൾക്കേ. അവിടെ കല്യാണം നടക്കോ നടക്കാതിരിക്കോ ചെയ്യട്ടെ, അതിന് നിനക്കെന്താടി എന്ന് ഗംഗയും ചോദിക്കുക. ശാരദയും ദേഷ്യത്തോടെ ഗംഗെ ആ കഴുതെ വിളിച്ച് ചോദിക്കേ എവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കണമെന്ന്. അത് കേട്ട് ഗംഗ തന്റെ മൊബൈൽ എടുത്ത് കാവേരി വിളിക്കാനായി തുടങ്ങുക. അവിടെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നിവിന്റെ കല്യാണ ഒരുക്കങ്ങളാണ് കാണിക്കുന്നത്. നിവിൻ കല്യാണ മണ്ഡപത്തിൽ ഇരിപ്പുണ്ട്. അരികിൽ തന്നെ സത്യനും രാജേശ്വരിയുമെല്ലാം സന്തോഷത്തോടെ നിൽപ്പാ. ജയപാലൻ അതിഥികളോടെല്ലാം കുശലം പറയുന്നുണ്ട്. അവിടെ കാവേരി വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും എത്ര നേരമായി നോക്കി നിൽക്കണേ, വണ്ടി വന്ന് കിടക്കണത് കണ്ടില്ലേ നീ എന്ന് ശാരദ ചോദിക്കുന്നുണ്ട്. സോറി അമ്മേ സോറി, ഒരു അത്യാവശ്യ കാര്യം ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എന്ന് കാവേരിയും. എടി എന്ന് ഫോൺ വിളിച്ചാലൊന്ന് എടുക്കണ്ടേ എന്ന് ഗംഗ പരുവത്തോടെ പറയുന്നുണ്ട്. അത്രയും നേരത്തെ ഇങ്ങോട്ട് എത്താലോന്ന് വിചാരിച്ചു, സോറി ഗംഗേച്ചി എന്ന് കാവേരി. വന്നേ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് കാവേരി എല്ലാവരെയും വിളിക്കേ. ബാഗൊക്കെ എവിടെ വെച്ചു കാവേരി, ഞാൻ എടുത്തോളാമെന്ന് വിനീത് പറയുന്നു. അതൊന്നും സാരമില്ലേട്ടാ നമുക്ക് ഇറങ്ങാം വാ എന്ന് പറഞ്ഞ് കാവേരി വിളിക്കുക. അപ്പോഴാണ് സങ്കടത്തോടെ കണ്ടു നിറഞ്ഞു നിൽക്കുന്ന ശാരദയെ അവർ ശ്രദ്ധിക്കുന്നത്. ഗംഗ അമ്മയുടെ കൈ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. സങ്കടത്തോടെ വീടിനകത്തേക്ക് ഒന്നുകൂടി നോക്കി ശാരദ മുൻഡോർ ലോക്ക് ചെയ്യുകയാണ്. വിഷമത്തോടെ നിൽക്കുന്ന അമ്മയോടായി ഗംഗ പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ഉണ്ടാവും അമ്മയെന്ന്. അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിലും നമ്മളോടൊപ്പം വരും മോളെ, അച്ഛന് നമ്മളെ മനസ്സിലാവുമെന്ന് ശാരദ കണ്ണു നിറഞ്ഞ് പറയുന്നത് കേൾക്കെ കാവേരിയും അച്ഛനുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. കതിർ മണ്ഡപത്തിൽ ടെൻഷനോടെയും വിഷമത്തോടെയും ഇരിക്കുകയാണ് നിവിൻ. അവൻ വിഷമത്തോടെ അമ്മയെ നോക്കുമ്പോഴേക്കും രാജേശ്വരി മുഖം തിരിച്ച് അതിഥികളെല്ലാം നോക്കി പുഞ്ചിരിക്കുകയാണ്. അവിടെ സ്നേഹതീരത്തിൽ ആ സമയത്ത് ശാരദയും മക്കളും ബാഗും എടുത്ത് സ്നേഹതീരത്തിന്റെ പടി ഇറങ്ങുകയാണ്. ബാഗെല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെച്ച വിനീതിന്റെ അരിയിലേക്കായി കാവേരി വന്ന്, വിനീതേട്ടാ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജയപാലിനെ ഒന്ന് കാണാൻ പോണം എന്ന് കാവേരി പറയുന്നവർക്ക്. ജയപാലിനെ കാണാനോ എന്തിനാ കാവേരി, അവസാന നിമിഷം ആവശ്യമില്ലാത്ത പൊല്ലാപ്പൊക്കെ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. വിനീതേട്ടാ ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസാ, ആരോടും ഇപ്പൊ പറയണം. നമ്മൾ ജയപാലിനെ കാണാൻ പോകുന്നു എന്നുള്ള കാര്യം അവിടെ എത്തിയിട്ട് അറിഞ്ഞാൽ മതി എല്ലാവരും എന്ന് കാവേരി പറയേ. ശരിയെന്ന് സമ്മതിച്ച് അവളോട് കാറിൽ കയറാനായി പറയുക വിനീത്. കാവേരി കാറിൽ കയറാൻ പോകുമ്പോഴേക്കും കാറിന് പുറത്തു നിൽക്കുകയായിരുന്നു യമുനയും. ചേച്ചിക്ക് ഇപ്പോ മനസാക്ഷി ഇല്ലാതായ നമ്മുടെ വീട് ഉപേക്ഷിച്ചിട്ട് എന്നവൾ പറയേ. വീടൊന്നുമല്ല, എന്റെ മുന്നിൽ ജീവിതം മാത്രമേ ഉള്ളൂ, കയറ് വണ്ടിയിലെന്ന് പറയുമ്പോഴേക്കും യമുന കാറിലേക്ക് കയറുക. കാവേരിയും കൂടി കയറുമ്പോഴേക്കും വിനീത് അവരെയും കൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് തിരിക്കുക. നിവിൻ വിഷമത്തോടെ കല്യാണ മണ്ഡപത്തിലിരിക്കുകയാണ്. വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായ രാഗിണിയെയും കൂട്ടി പ്രവീണയും കൂട്ടരും അങ്ങോട്ടെത്തുന്നത്. നിസ്സഹായതയോടെയും സങ്കടത്തോടെയും നിവിൻ അവളെ നോക്കിയിരിപ്പാം. രാഗിണിയും കൊണ്ട് പ്രവീണ മണ്ഡപത്തിലെത്തുമ്പോഴേക്കും ജയപാലൻ അവളുടെ കൈ പിടിച്ച് നിവിന്റെ അരിയിലേക്ക് ഇരുത്തുകയാണ്. അപ്പോഴേക്കും കാവേരിയും കൂട്ടരും ഓഡിറ്റോറിയത്തിന് പുറത്തെത്തിയിരുന്നു. വിനീതേട്ടാ എന്താ ഇവിടെയെന്ന് അമ്പരപ്പോടെ ഗംഗ ചോദിക്കുന്നുണ്ട്. കാര്യമുണ്ടെന്ന് വിനീത് പറയുമ്പോഴേക്കും ശാരദയും കൂട്ടരും കാറിൽ നിറങ്ങുകയാണ്. രാഗിണി നിവിനെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കുമ്പോഴും അവൻ ദേഷ്യത്തോടെ മുഖം തിരിക്കുകയാണ്. പുറത്തിറങ്ങിയ ശാരദയും ഇത് ജയപാലിന്റെ മോളുടെ കല്യാണ സ്ഥലമല്ലേ, ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടാ വിനീതേട്ടൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് കാവേരി പറയുന്നതിൽക്കെ. എന്തിനാടി, അവന്റെ പണത്തിന്റെ പൊളപ്പ് കാണാനോ എന്ന് അച്ചമ്മയെ ചോദിക്കുക. ജയപാലിന്റെ പണമല്ല അച്ചമ്മേ, ഇവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഓരോ പൂവിലും മണക്കുന്നത് എന്റെ അച്ഛന്റെ ചോരയും വിയർപ്പുമാ എന്ന് കാവേരി പറയുന്നുണ്ട്. മതിയടി, ഇതൊക്കെ എത്ര തവണ പറഞ്ഞത്, എന്തിനായി അവസാന നിമിഷം ഒരു സൗര്യക്കേട്, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ശാരദ വിളിക്കുക. നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് കാവേരി പറയുന്നവൾക്ക്. വരുന്നില്ലെന്നോ, നീ എന്തീ പറയുന്നതെന്ന് ഗംഗയും ചോദിക്കുക. ഗംഗേച്ചി നമ്മുടെ അച്ഛൻ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പണം തട്ടിയെടുത്ത ജയപാലൻ 5 ഏക്കർ തോട്ടം വാങ്ങിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ചോദിക്കാൻ ചെന്നപ്പോ അയാൾ നമ്മളോട് എന്താ പറഞ്ഞേ, അയാൾ അച്ഛനെ പറ്റിച്ചത് തന്നെയാണെന്ന്, വാങ്ങിച്ചെടുക്കാൻ കഴിവുണ്ടെങ്കിൽ വാങ്ങിച്ചെടുക്കാൻ, കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെ വേണമെങ്കിലും പോവാൻ. അന്ന് ആ തോട്ടത്തിൽ നിന്ന് കണ്ണീരോടെ മടങ്ങിയ നമ്മളെ കണ്ട് ആകാശത്തിരുന്ന് അച്ഛൻ സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ലേ ചേച്ചി എന്നിവൾ ചോദിക്കുമ്പോഴേക്കും രാഗിണി അവിടെ നിവിന്റെ കഴുത്തിൽ ഹാരമണിയിക്കുകയാണ്. കാവേരിയും അമ്മയുടെ കൈ ചേർത്ത് പിടിച്ച് ഓവർ ടൈം ചെയ്തും മുണ്ട് മുറുക്കിയും ഓരോ കാശ് സമ്പാദിക്കുമ്പോഴും എന്റെ ശാരദയ്ക്കും മക്കൾക്കും സന്തോഷമായി ജീവിക്കാനുള്ള പണമാണിതെന്ന് അച്ഛൻ പറയാറില്ലായിരുന്നു അമ്മേ. ആ പണമല്ലേ അമ്മേ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്
എന്നവൾ ചോദിക്കെ ശാരദയും സങ്കടത്തോടെ കരയുകയാണ്. അവൾ ഗംഗേച്ചിയുടെ അരികിലേക്ക് ചെന്ന് ഗംഗേച്ചി ഒരു രാജകുമാരിയെ പോലെ കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്നാ അച്ഛൻ വിചാരിച്ചത്. അത് നടന്നോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും നിവിന്റെ കയ്യിലേക്ക് പൂജാരി രാഗിണിയെ അണിക്കാനുള്ള ഹാരം കൊടുക്കുന്നുണ്ട്. കാവേരി യമുനയുടെ അരികിലേക്ക് ചെന്ന് ഇവളെ പഠിപ്പിച്ച് കളക്ടറാക്കണമെന്ന്, നിളയുടെ അരികിലേക്ക് ചെന്ന് നിളയെ എത്താവുന്നിടത്തോളം ഉയരത്തിൽ എത്തിക്കണമെന്ന്, അച്ഛമ്മയ്ക്ക് ഒരല്ലലുമില്ലാതെ കഴിയണമെന്നൊക്കെ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ലേ? എന്നിട്ടിപ്പോ ആ അച്ഛന്റെ കുടുംബം എവിടെയാ അമ്മ നിൽക്കുന്നത് എന്നൊക്കെ കാവേരി ചോദിക്കുമ്പോൾ ആ ഹാരവും കയ്യിൽ പിടിച്ച് വിഷമത്തോടെ നോക്കിയിരിപ്പാ നിവിനും. കാവേരി അപ്പോഴും സങ്കടത്തോടെ അമ്മയോടായി താൻ ഏറ്റവും കൂടുതൽ ലാളിക്കുകയും ഓമനിക്കുകയും ചെയ്ത കുഞ്ഞിന്റെ ഓപ്പറേഷന് ആരന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടല്ലേ? അങ്ങനെ തോറ്റു മലയിറങ്ങിപ്പോയാ ഞങ്ങളുടെ അച്ഛൻ തന്നെയല്ലേ അമ്മയെ തോൽക്കുന്നത്? പെൺമക്കൾ വിലമതിക്കാനാവാത്ത സ്വത്താണെന്നും ആരുടെ മുന്നിലും തല കുനിക്കരുതെന്നും പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത് പിന്നെ എന്തിനാണമ്മേ? ഇക്കണ്ട വർഷങ്ങൾ മുഴുവൻ മരുഭൂമിയിൽ ഒഴുകിയ ചോരയും കണ്ണീരുമൊക്കെ വെറുതെ ആയിന്ന് തോന്നിയ അച്ഛന്റെ ആത്മാവിന് ഗതി കിട്ടുമോ അമ്മേ എന്നവൾ ചോദിക്കുന്നവൾക്ക് ശാരദയും സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. അവിടെ മാലയും കയ്യിൽ പിടിച്ചിരിക്കുന്ന നിവിനോടായി രാജേശ്വരിയും മാലയുടെ നിവിൻ കഴിഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അച്ഛനും അമ്മയും വേണമെന്നില്ലേ നിനക്ക്? നിവിൻ പറയുന്നത് കേൾക്ക് എന്ന് ശബ്ദം താഴ്ത്തി ദേഷ്യത്തോടെ അവനോടായി പറയുന്നത് കേൾക്കെ അവൻ വിഷമത്തോടെ അമ്മയൊന്ന് നോക്കുകയും അരികിൽ നിൽക്കുന്ന ജയപാലിനെയും ഒന്ന് നോക്കി അവൻ ആ മാല രാഗിണിയുടെ കഴുത്തിലേക്ക് ഇടുകയാണ്. അവിടെ കാവേരിയും അച്ഛനെ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ലമ്മേ. ഇനി അച്ഛനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇവിടെ മരിച്ചു വീണിട്ടാണെങ്കിലും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ സമ്പാദിച്ച പണം തിരികെ വാങ്ങിയിട്ടു തന്നെയായിരിക്കും എന്നുറപ്പിച്ചു പറഞ്ഞവൾ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു നീങ്ങുകയാ. അത് കണ്ട് ഗംഗയും കാവേരി എന്ന് വിളിക്കുമ്പോഴേക്കും കാവേരി അവിടെ നിൽക്കുകയാണ്. ഗംഗ അവളുടെ അരികിലേക്ക് ചെന്ന് ഞാനുമുണ്ട് നിന്റെ കൂടെ എന്ന് പറയുമ്പോഴേക്കും വിനീതും അങ്ങോട്ടെത്തിയിരുന്നു. അച്ഛമ്മയും അവളുടെ അരികിലേക്ക് വന്ന് കാണിച്ചു കൊടുക്കും മക്കളെ, കണ്ണൂർക്കാരൻ അരവിന്ദന്റെ മക്കളുടെ കരുത്ത് കാണിച്ചു കൊടുക്ക്, ചെല്ല് എന്ന് പറയേ കാവേരിയും പുറകെ ശാരദയും കൂട്ടരും ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാ. നിവിൻ അപ്പോഴേക്കും രാഗിണിയുടെ കഴുത്തിൽ ചാർത്താനുള്ള താലി എടുത്തിരുന്നു. അത് കണ്ട് രാഗിണിയും കൂട്ടരും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും അവൻ നിസ്സഹായതോടെയും വിഷമത്തോടെയും താലിയും കയ്യിൽ പിടിച്ച് ആസിഫിനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും കാവേരിയും കൂട്ടരും വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയിരുന്നു. നിവിൻ രാഗിണിയുടെ കഴുത്തിലേക്ക് താലി കെട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ കാവേരിയും ജയപാല എന്ന് ഉച്ചത്തിൽ വിളിക്കുകയാ. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോഴേക്കും കാണുന്നത് കാവേരിയെയും കൂട്ടരെയുമാണ്. ജയപാലിനെതിരെയുള്ള സാക്ഷികളുമായി ചാരുലത അങ്ങോട്ടെത്തുന്നതും താനാണ് അരവിന്ദനെ കൊന്നതെന്ന് ജയപാലൻ വിളിച്ചു കൂവുന്നതും വിവാഹം മുടങ്ങുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.